ചേച്ചിയുടെ ഇതിൽ ചേച്ചി എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചതാണ്. എനിക്ക് എൻ്റെ മരണക്കുറിപ്പാണെന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. എനിക്ക് വോക്കിന് പോകാൻ തുടങ്ങുന്ന ഞാൻ വല്ലാണ്ടായിപ്പോയി. യ്യോ! ചേച്ചി എന്താ ഇങ്ങനെ അയച്ചത്? എനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റണില്ല. എന്താണ് സംഭവം എന്ന് ചോദിക്കാനും പറ്റുന്നില്ല. സ്ട്രഗ്ലിങ് കുറേ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഇഷ്ടപ്പെട്ടാണ് തയ്യൽ പഠിച്ചത്, അല്ലെങ്കിൽ തയ്യൽ പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തയ്ച്ചെടുക്കുന്ന തയ്യൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതൊരു പാഷനേറ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ചേച്ചി. ചേച്ചി ഇത് പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഞാനും കരയും. നമ്മൾ കരയാണ്ട് നമുക്ക് സ്ട്രോങ് ലേഡി ആയിട്ട് എന്നോട് പറയൂ, എന്താ ചേച്ചി സംഭവം ഈ ഇങ്ങനെ ഒരു കുറിപ്പൊക്കെ എഴുതാൻ? കുറിപ്പ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിടം നമ്മളത് ബഹുമാനത്തോടെ എന്താ പറയുക, ആരാധന, നമുക്കൊരു പാഷനല്ല, അതിനേക്കാളപ്പുറം ജീവവായു. ഇപ്പൊ പാട്ട് പാടുന്നവർക്കാണെങ്കിൽ അതാണ് അവരുടെ ഇതെന്ന് പറയുന്നത് ഓരോന്നിനും. പക്ഷെ ഈ ഇങ്ങനെയുള്ള തൊഴിലുകൾക്ക് അവരെത്ര ജീവനിലേക്ക് ഏറ്റെടുത്താലും അംഗീകരിക്കാനായിട്ട് ആരുമില്ല. ആര്? തയ്യൽക്കാരി, തുന്നക്കാരി. നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. സ്കൂളിൽ തന്നെ കുട്ടികളുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന കാലത്ത് കുട്ടികൾ പറയും, അമ്മ തയ്യലാന്ന് പറയരുത് കേട്ടോ, തുന്നലാന്ന് പറയരുത് കേട്ടോ. കുട്ടികളൊക്കെ കളിയാക്കുക, അവരമ്മമാര് ടീച്ചറാണ് അല്ലെങ്കിൽ നേഴ്സാണ്. അപ്പൊ ഇതെല്ലാം ഡിഗ്രി എടുക്കുമ്പോൾ ഇതും പഠിച്ചെടുക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ ഉണ്ട്. ഡിഗ്രി പോലെ തന്നെ പല കോഴ്സുകൾ. പക്ഷെ അവിടെയൊന്നും കൃത്യമായിട്ടൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിനെ ഒന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു വർക്ക് എടുക്കാൻ പാകത്തിനൊരു ആളെ ആക്കി വിടുന്നില്ല. അപ്പം നമുക്ക് എവിടെ പോയി പഠിച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ പലയിടത്ത് ആക്റ്റീവ് ആയതുകൊണ്ട് പല സൈറ്റുകളിലെല്ലാം കയറി അത് നമ്മളൊരു ഗവേഷണം നടത്തിയാണ് ഞാൻ ഈ ഒരു ഇതിലെത്തത്. ഞാൻ വെറും 3 മാസത്തോളം മാത്രം പണ്ട് എൻ്റെ കുഞ്ഞിനെ നഴ്സറിലാക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു സിസ്റ്റർ അടുത്ത് ചോദിച്ച് പഠിച്ചതല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു കോഴ്സ് പഠിച്ച ആളല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് തന്നെ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സ്കൂൾ വെക്കേഷന് തന്നെ കൈകൊണ്ട് തുന്നിയൊരു ഉടുപ്പിട്ട് സ്കൂളിൽ പോയ ഒരാളാണ്. അപ്പം അത് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് അതൊരു ഇഷ്ടമാണ്. അത് ഇഷ്ടം കൊണ്ടും എന്താ പറയുക, അത് ഇല്ലാതെ പറ്റില്ല. വീട്ടിൽ ഒരു മെഷീൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു എന്തെങ്കിലും കിട്ടിയാൽ എടുത്തു നോക്കണം. നമ്മൾ കളിപ്പാട്ടം കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടന്ന ആളെ ചെറുതിൽ. അത് കഴിഞ്ഞ് വന്നു, പിന്നെ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു പിന്നീട് ഒരു മെഷീൻ നല്ലത് വാങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അതങ്ങനെ വാങ്ങി. അത് വാങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ട് വാങ്ങിയതാണ്. എല്ലാവരും വഴക്ക് പറയും, തയ്യലറിയാതെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തിന് തയ്യൽ മെഷീൻ. അപ്പം 5 രൂപയുടെ കോയിൻ കൂട്ടി വെച്ച് എടുത്തിട്ടാണ് അന്നത്തെ കാലത്ത് ഒരു 1350 രൂപ കൊടുത്തിട്ട് ഞാനൊരു സിംഗറിൻ്റെ ഒരു ചെറിയ മെഷീൻ ചവിട്ടി തയ്ക്കുന്ന, മോട്ടറൊന്നുമില്ല, അങ്ങനെ തയ്ച്ചു പഠിച്ചു. ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണെങ്കിലും പിന്നീട് എനിക്ക് എൻ്റെ ജീവിത മാർഗം അത് തന്നെയായിരുന്നു. ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയാണോ? എറണാകുളം? അല്ല, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറയും. കൊടകര. അപ്പം അവിടെ വെച്ചിട്ടാണ്? അവിടെയാണ് ഞാൻ ശരിക്കും ജനിച്ചത് ഇവിടെയല്ല, കർണാടകയിലാണ്. കർണാടകയിൽ ജനിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചിട്ട് അച്ഛൻ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്, അച്ഛൻ്റെ ജ്യേഷ്ഠനിയന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയില്ലാത്തൊരു കുട്ടി, പിന്നെ അച്ഛൻ്റെ ചേട്ടനിയന്മാരുടെ വീട്ടിൽ വളർന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛനൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് മദറിൻ്റെ വക ഒരുപാട് വിഷയങ്ങളായി. എൻ്റെ പേരിലാണ് അച്ഛൻ മദറുമായിട്ടുള്ള വിഷയങ്ങളായിട്ട് അവർ തമ്മിലുള്ള ചെറിയമ്മ പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ അച്ഛൻ കണ്ണൂർ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ബന്ധുവീടുകളിൽ നിന്ന് പണിയെടുത്തും വീട്ടിലെ പണിയെടുക്കും. അവരുടെ കുട്ടികളുടെ എന്താ പറയുക, ശരിക്കൊരു സർവൻറ്റിൻ്റെ രീതിയിലാണ്. അവർക്കൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരി എന്നുള്ളത് അച്ഛനോട് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ എന്നെ വേറെ കൊണ്ടുവന്നാക്കാനായിട്ട് വേറെ ഇടമില്ല. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങളുടെ സ്ഥലത്തൊരു ചെറിയ കുടിലൊക്കെ കെട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസം മാറ്റുന്ന സമയത്ത് ആകുമ്പോഴത്തേനും ചെറിയമ്മ കേസ് കൊടുത്തു, അച്ഛൻ്റെ സ്വത്തിൽ കേസ് കൊടുത്തു. അപ്പം അച്ഛൻ ലിബിയയിൽ പോയി വന്നിട്ട് ഇവരെ ഒഴിവായി പോയതിന് ശേഷം അച്ഛൻ പുറത്ത് പോയി വന്നിട്ടൊക്കെ വാങ്ങിയ സ്ഥലവും വീടൊക്കെ വീടെന്ന് പറഞ്ഞാൽ വലിയ വീടൊന്നുമില്ല, ചെറിയ വീട്. പക്ഷെ ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്തൊരു ഇപ്പോഴും സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ആ ഒരു ഇതിൽ അച്ഛൻ പെട്ടതിനെ കൂടുതൽ ഞാനാണ് പെട്ടത്. അച്ഛനങ്ങനെ വലിയ ബന്ധുക്കളുടെ വീട്ടിലാക്കി അച്ഛൻ മാറി നിന്നു. അപ്പോൾ ആ മാറി നിൽക്കൽ കുറച്ച് വർഷങ്ങൾ നീണ്ടപ്പോൾ പിന്നെ ഞാനൊരു ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ നൈബറാണ്, ഒരു കസിനായിട്ട് തന്നെ വരും. ഒരു വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെതായ വിഷയങ്ങൾ, അതെന്ന് വെച്ചാൽ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയായിരിക്കാം, അതിനേക്കാൾ അപ്പുറം എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലൊരാൾക്കൊരു അവസ്ഥ, ഒരാൾക്ക് ഒരു വലത് കൈയില്ലാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിച്ചത്. ആ ഒരു അവസ്ഥയിൽ ആളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തേത്. കാരണം ഞാൻ കുറേ അനുഭവിച്ച് വന്നപ്പോൾ മറ്റൊരാളെ ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്യണം. ആ ഒരു സപ്പോർട്ടിങ്ങിന് പോയപ്പോഴാണ് പിന്നെ ഞാൻ ജീവിതം പഠിച്ചത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റമായിട്ടല്ല കാണുന്നത്. ശരിക്കും അന്നത് പറ്റിയാൽ അങ്ങനെ നമ്മൾ
വീഴുമ്പോഴാണ് നമ്മൾ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, അതൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയമ്മയും മക്കളും കുറച്ച് വർഷം കാത്തു നിന്നു. കറക്റ്റ് മൂത്ത മകന് 20 വയസ്സും ഇളയ മകൾക്ക് 2 കുട്ടികളുണ്ടായില്ല, 21 വയസ്സായ കറക്റ്റ് ടൈമിൽ ഇവർ അച്ഛൻ്റെ സ്വത്തിന് കേസ് നടത്തി. കേസ് കൊടുക്കാൻ മാത്രമല്ല, അറ്റാച്ച്മെൻ്റ് ഇട്ട് കേസ് നടത്തിയിട്ട് ഇവർ അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ ആധാരം പണയം വെച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ നാട് വിട്ടുപോയെന്ന് പറഞ്ഞതിന് പകരം മരിച്ചുപോയി, എവിടെയാണെന്ന് അറിയില്ല. 2 പേരെ സാക്ഷിയൊക്കെ ആക്കിയിട്ട് അന്നത്തെ ആ ഒരു ഇതിൽ കോടതിനെ വരെ കബളിപ്പിച്ചുകൊണ്ട് ഇവരെ പേരിലേക്ക് ആക്കി സ്ഥലം. ഇവരെ പേരിലേക്ക് ആക്കിയിട്ട് കീഴാധാരങ്ങളൊന്നുമില്ലാതെ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ ലോൺ എടുത്തു. 1 ഇയർ അത് അടയ്ക്കാതെ ഇട്ടിട്ട് ജപ്തിയാവുന്ന രീതിയിൽ സൊസൈറ്റിയിലേക്ക്. അങ്ങനെ ആ സമയത്ത് ഒരു അമ്പല കമ്മിറ്റി, ഈ സ്ഥലത്തിനോട് ചേർന്നൊരു ചെറിയ അമ്പലമുണ്ട്, അമ്പല കമ്മിറ്റി അത് ലേലത്തിൽ പിടിക്കുന്ന പോലെ പൈസ അടച്ചിട്ട് സ്ഥലം അവരുടെ പേരിലേക്ക് ആക്കി. പിന്നീട് അതിൽ അമ്പലത്തിൻ്റെ പണി നടക്കുമ്പോഴാണ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു വിഷയം. അങ്ങനെ ഒരു വിഷയം അറിഞ്ഞ് അമ്പലം പണി നടക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഇതിൻ്റെ പുറകെ ഇറങ്ങുന്നത്. ഞാനിതിൻ്റെ പുറകെ ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ അറിയില്ല, ഞാൻ ആ നാട്ടിലെ ആളല്ല, ഞാൻ ഇയാളുടെ മകളല്ല, ഭയങ്കര വിഷയങ്ങളായി. അത് വിഷയങ്ങളായി പിന്നെ എന്നെ വല്ലാത്ത ഇതാക്കിയപ്പോഴാണ് ഞാൻ ആദ്യം ആ അമ്പലത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഇട്ടത്. അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റാണ് ഇട്ടത്, ഇരിക്കുന്നത് എന്താ സത്യങ്ങളുടെ ശവക്കല്ലറയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇട്ടത്. അത് കുറേ വിവാദമാക്കി, നാട്ടിലെല്ലാവരും എന്നെ ഭയങ്കര പ്രഷറാക്കി. ഒരു അമ്പലത്തിനെ കുറിച്ച് അങ്ങനെ എഴുതിയെന്നു. അങ്ങനെ എനിക്കത് തന്നെയാണ്, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ സത്യമാണ് അച്ഛൻ എന്ന് പറയുന്നത്. ആ ഭൂമി ഞങ്ങളുടെയാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവിടെ ആ പണിയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ സത്യം കുഴിച്ചിട്ടേക്കുന്നതെന്ന് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഞാൻ അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ പോയി നിൽക്കുന്നത് കൊണ്ട് എവിടെയാണെന്ന് അറിയാതെ മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തിൽ അപേക്ഷ കൊടുത്ത് അങ്ങനെ അച്ഛൻ അന്നിങ്ങനെ മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ മട്ടന്നൂർ അച്ഛനാ പോയ സ്ഥലത്ത് പറഞ്ഞ ഏരിയയിൽ തന്നെ ഉണ്ട്. അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് നോക്കും ഈ സ്ഥലത്തിൻ്റെ ആ ഒറിജിനൽ ആധാരം അച്ഛൻ്റെ കയ്യിൽ. അവിടുന്ന് 18 വർഷം അതിൻ്റെ പുറകെ കേസായിരുന്നു. ആ കേസ് മുന്നോട്ട് പോകുന്ന രീതിയിൽ വന്നപ്പോഴാണ് എൻ്റെ ലൈഫിലും കുറേ വിഷയങ്ങളായി, ഞങ്ങൾ സെപ്പറേറ്റായി, പിന്നെ കുട്ടികളും ഞാനും മാത്രമായി. പിന്നെ അതിൻ്റെ പുറകെ കേസ്, അച്ഛനെ കണ്ടെത്തി കൊണ്ടുവന്നു. അച്ഛനെ പിന്നെ കോടതിയിൽ കേസായി കഴിഞ്ഞ് സ്ഥലം വിട്ടുകിട്ടണതിന് മുമ്പ് തന്നെ അച്ഛന് ക്യാൻസറായിരുന്നു. ക്യാൻസറായിട്ട് RCCയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമായിട്ട് അച്ഛൻ മരിക്കുന്നത് വരെ പിന്നെ അച്ഛൻ്റെ പുറകെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജീവിച്ചു പോകുമ്പോഴും പറഞ്ഞു വന്നത് എൻ്റെ തൊഴിലാണ്. ഈ തൊഴിലായതും ഞാൻ വീട്ടിലിരുന്ന് എടുക്കാവുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ തൊഴിൽ എൻ്റെ കയ്യിലായതുകൊണ്ടും ഞാൻ എൻ്റെ ടൈം ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്ത് പല ഷോപ്പുകളിൽ നിന്ന് വർക്ക് വാങ്ങി ചെയ്തിട്ട് ജീവിക്കാമെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവവായു അന്നും ഇന്നും ഇപ്പോഴും ഇത് തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വരെ നടന്നെത്തിയത് ഇതുകൊണ്ടാണ്. അപ്പം അത് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ പോകുമ്പോഴേ പറയും, അമ്മ തുന്നലാന്ന് പറയല്ല കേട്ടോ, തയ്യലാന്ന് പറയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസൾട്ടും നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം അതിന് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള പേര് പറയണം. എല്ലാവരും അങ്ങനെയല്ല, ബ്രഷ് ടൈലർ അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ ബൊട്ടിക്ക്. ഇപ്പോൾ ഈ ബൊട്ടിക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ആരാ, ഹിന്ദിക്കാരാണോ വർക്ക് ചെയ്യണത്, ബയ്യന്മാരാണോ, ബായി ആണോ വർക്ക്? അല്ല, ലേഡീസാണോ, ലേഡീസിൻ്റെ അടുത്ത് തയ്ക്കാൻ കൊണ്ടുവന്നാൽ ശരിയാവോ, നേരത്തെ കിട്ടുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് തന്നിട്ട് നാളെ വേണോ? നാളെ തരാം. അതെങ്ങനെ? അപ്പോൾ ഒരു നോക്കട്ടെ, അപ്പോൾ ഒരെണ്ണം ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചമർത്തി തരം താഴ്ത്തുന്ന ആ സമയത്ത് ഞാനൊരു ഡോക്ടറോ നഴ്സോ വേറെ എന്ത് മേഖലയിലായാലും ഇത്രയ്ക്കും ആക്ഷേപം കേൾക്കേണ്ടി വരില്ല.